നമസ്കാരം. ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ സ്വയം ഒരു വിശുദ്ധ കുപ്പായം എടുത്ത് അണിഞ്ഞിരിക്കുകയാണ് CPM. അവർക്ക് അതിനുള്ള യോഗ്യത ഉണ്ട് താനും. കാരണം ഇലക്ട്രൽ ബോണ്ട് വഴി ₹1 പോലും CPM വാങ്ങിയിട്ടില്ല. ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെയും BJPയും CPMന്റെ നേതാക്കളടക്കം സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇലക്ട്രൽ ബോണ്ടിന് അപ്പുറത്തേക്ക് CPMനെ വെട്ടിലാക്കുന്ന മറ്റൊരു വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ CPM വെളിപ്പെടുത്തിയ വരുമാനത്തിന്റെ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ CPM വൻതോതിൽ പണമിടപാട് നടത്തി എന്നുള്ള വിവരങ്ങളാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതോടെ EDയിലേക്കും ഇൻകം ടാക്സിലേക്കും അന്വേഷണം കൈമാറുകയാണ് ഉണ്ടായത്. CPMന്റെ വരുമാനത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ആദായ നികുതി വകുപ്പ് എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നു. യെച്ചൂരിയാണ് ആദായ നികുതി വകുപ്പ് മുൻപാകെ റിട്ടേൺ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യെച്ചൂരിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എന്നുള്ള വലിയ ചർച്ചകൾ ദേശീയ തലത്തിൽ പോലും ഉയർന്നു വന്നിരിക്കുന്നത്. വരും ദിവസങ്ങൾ തന്നെ യെച്ചൂരിയെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ തിരക്കിയേക്കും. പാർട്ടിയുടെ അക്കൗണ്ടിലുള്ള പണത്തിന്റെ സ്രോതസ് അടക്കം തേടാൻ തന്നെയാണ് അന്വേഷണ ഏജൻസികളുടെ തീരുമാനം. CPM തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ നൽകിയ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പര്യാപ്തമല്ല എന്ന് തന്നെയാണ് പ്രാഥമികമായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ കരുവന്നൂരിലെ സഹകരണ ബാങ്കിൽ ED പരിശോധന നടത്തിയപ്പോൾ പാർട്ടിയുടെ പേരിൽ നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. നേതാക്കളുടെ വ്യക്തിഗത അക്കൗണ്ടുകളിലൂടെ അല്ലെങ്കിൽ ബ്രാഞ്ച് ഏരിയ കമ്മിറ്റികൾ വഴിയും കോടികളുടെ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് CPMനെ വെട്ടിലാക്കുന്നതായിരുന്നു. ഈ ഇടപാടുകൾ ഒന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ CPM ബോധിപ്പിച്ചിട്ടില്ല. ബാങ്കിൽ നിന്നും കൊള്ളയടിച്ച പണം പലതും ഈ അക്കൗണ്ടുകൾ വഴിയാണ് പോയിരിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി സമർപ്പിച്ച ഓഡിറ്റ് കണക്കുകൾ പ്രകാരം പാർട്ടിക്ക് ജില്ലയിൽ 4 അക്കൗണ്ടുകളും 4 സ്ഥിര നിക്ഷേപങ്ങളും മാത്രമേ ഉള്ളൂ. എന്നാൽ EDയുടെ കണ്ടെത്തലിനെ തുടർന്ന് 17 ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലെ 25 ബാങ്ക് അക്കൗണ്ടുകളിലായി കണക്കില്ലാത്ത 1.73 കോടി രൂപയുടെ നിക്ഷേപവുമുണ്ട്. ഈ അക്കൗണ്ടുകളിൽ 63.98 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപവും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ അക്കൗണ്ടുകളിലൂടെ കഴിഞ്ഞ 10 വർഷത്തിനിടെ 100 കോടി രൂപയുടെ കള്ളപ്പണം ഇടപാടുകൾ നടന്നു എന്നാണ് അന്വേഷണ ഏജൻസി കണ്ടെത്തുന്നത്. കരുവന്നൂരിന് സമാനമായ ഒരു നീക്കം മറ്റ് സഹകരണ ബാങ്കുകളിലേക്ക് കൂടി നീങ്ങുകയാണെങ്കിൽ അത് CPMന് ഉണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളി വളരെ വലുതായിരിക്കും. കാരണം ഈ സഹകരണ ബാങ്ക് മേഖലയിൽ CPMനുള്ള ഒരു അപ്രമാദിത്വം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹകരണ ബാങ്കുകളിലേക്ക് അന്വേഷണം നീളാനുള്ള സാധ്യതയുണ്ട്. ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPMന് വലിയ തലവേദനയാണ് സമ്മാനിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ CPMന്റെ കൈകൾ ശുദ്ധമാണ് എങ്കിൽ പോലും ഈ കാര്യത്തിൽ അങ്ങനെയല്ല. ഇതിൽ അവർ അന്വേഷണം നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.